വചനമൊഴി ഡിസംബർ 28. വചനഭാഗം ഹെബ്രായർ 11:32-38, മത്തായിയുടെ സുവിശേഷം 2:13-18. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. കാരണം ഹെരോദേസ് ശിശുവിനെ വധിക്കാനായി അന്വേഷണം തുടങ്ങാൻ പോകുകയാണ്. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെരോദേസിന്റെ മരണം വരെ അവൻ അവിടെ താമസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുൾ ചെയ്തത് പൂർത്തിയാകേണ്ടതിനായിരുന്നു ഇത്. തന്നെ ജ്ഞാനികൾ കബളിപ്പിച്ചെന്ന് കണ്ടപ്പോൾ ഹെരോദേസ് അതീവം രോഷാകുലനായി. അവരിൽ നിന്ന് സൂക്ഷ്മമായി മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബേത്ലഹേമിലെയും എല്ലാ സമീപ പ്രദേശങ്ങളിലെയും 2 അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ച് വധിച്ചു. ജെറമിയ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് ഇങ്ങനെ പൂർത്തിയായി. റാമായിൽ ഒരു സ്വരം കേട്ടു, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ അവളുടെ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു. ആശ്വസിപ്പിക്കപ്പെടാൻ അവൾ സമ്മതിക്കുന്നില്ല, എന്തെന്നാൽ അവർ ഇല്ലാതായിരിക്കുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ദിവസമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേകമായി തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. ഈശോയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവൻ സമർപ്പിക്കേണ്ടി വന്ന ശിശുക്കളെയാണ് ഇന്ന് അനുസ്മരിക്കുന്നത്. ഒരുപക്ഷെ മാനുഷികമായി ചിന്തിക്കുമ്പോൾ നിഷ്കളങ്കരായ ആ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴേണ്ടി വരുന്ന അവസരം വളരെ വേദനാജനകമാണ്. എന്തുകൊണ്ട് ഇപ്രകാരം എന്നെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ചിന്ത വരും. നീചനായൊരു മനുഷ്യന്റെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ഇപ്രകാരം ജീവൻ എടുക്കപ്പെടുന്നത് എന്നത് ഒരു ചരിത്ര സത്യം. മിശിഹായ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിക്കേണ്ടി വന്ന ഈ ശിശുക്കൾ യഥാർത്ഥത്തിൽ ഭാഗ്യമുള്ളവരാണ്. അവര് എത്രയും പെട്ടെന്ന് തങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തിയാക്കി. നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഇഹലോക ജീവിതത്തിന് ശേഷം നിത്യമായി ദൈവ സന്നിധിയിൽ ദൈവസാന്നിധ്യത്തിലായിരിക്കുവാനാണ്. ഈ ശിശുക്കൾ ഈ ഭൂമിയിൽ വന്ന് പിറന്ന് അധികം താമസിക്കാതെ തന്നെ മഹോന്നതമായ ആ ദൈവിക സാന്നിധ്യത്തിലേക്ക് എത്തപ്പെടുകയാണ്. അവരെ സംബന്ധിച്ച് വലിയ ഒരു സന്തോഷത്തിൻ്റെ സ്ഥലത്തേക്കാണ് എത്തുന്നത്. ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന എല്ലാ ആനന്ദത്തെക്കാളും സന്തോഷത്തെക്കാളും വലിയ സന്തോഷം അനുഭവിക്കുന്ന സ്ഥലത്തേക്ക് ഈ ശിശുക്കളുടെ ആത്മാക്കൾ എത്തിച്ചേരപ്പെടുകയാണ് ചെയ്യുന്നത്. ആത്മാവിൻ്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ദൈവം ആയിരിക്കുന്ന നിത്യവസതിയിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. ഇവിടെ ലഭിക്കാവുന്ന എല്ലാ മഹത്വങ്ങളെക്കാൾ വലിയ മഹത്വത്തിലേക്കാണ് അവർ പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ശിശുക്കളെ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിനായി മധ്യസ്ഥത പ്രാർത്ഥിക്കുകയാണ്. ദൈവമഹത്വത്തിനായി സ്വയം സമർപ്പിച്ച ആ ജീവിതങ്ങളെ നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ദൈവമഹത്വത്തിനായിട്ട് വളർത്തുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയുമാണ്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ദൈവമഹത്വം തേടി ദൈവമഹത്വം അന്വേഷിച്ച് ജീവിക്കുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.